Harry Potter is a novel series by J.K. Rowling. It's about a boy named Harry Potter who is not an ordinary boy but a wizard. Every novel in the series follows a different quest, but the main plot of the series is the antagonist trying to destroy Harry. It gives the readers goosebumps. It gave me a magical experience and opened a whole new world in front of me. Even adults enjoy it. For the people who have not read it till now should really read it. I totally recommend it because it's really worth it. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് എൻ്റെ സ്കൂളിൽ ഞാൻ ഹാരി പോട്ടർ സീരീസിൻ്റെ റിവ്യൂ ആണ് പറഞ്ഞത്. നിങ്ങളുടെ സ്കൂളിലും വായനാ ദിനം ആഘോഷിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസസ് കമൻറ്റിലൂടെ അറിയിക്കൂ. നമ്മുടെ കഹാനിയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ പേജ് നമ്പർ 9 ഫസ്റ്റ് ബോക്സിലെ ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. और बड़े को तो छोटे का ध्यान रखना ही पड़ता है. माँ के इस कथन से आप क्या समझते हैं? ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, മൂത്ത കുട്ടികൾ തന്നെയാണ് ചെറിയ കുട്ടികളെ നോക്കേണ്ടത് എന്ന് അമ്മ പറയുന്നുണ്ടല്ലോ ഈ കഥയിൽ. അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം 2 രീതിയിൽ എഴുതാം. ആദ്യത്തേത്, ബഡേ ബച്ചോ മേ അധിക് ജ്ഞാൻ और परिपक्वता होती है, इसलिए उन्हें छोटे का ध्यान रखना पड़ता है. അതായത് മൂത്ത കുട്ടികൾക്ക് ചെറിയ കുട്ടികളെക്കാളും അധികം അറിവും പക്വതയും ഉണ്ടാവും. അതുകൊണ്ട് ചെറിയ കുട്ടികളെ നോക്കേണ്ടത് മൂത്ത കുട്ടികൾ തന്നെയാണ്. ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഛോട്ടേ കാ ധ്യാൻ രഖ്ന ബഡോं की जिम्मेदारी है. ചെറിയ കുട്ടികളെ പരിപാലിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ഒക്കെ വലിയവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് മാത്രം എഴുതാം. പേജ് നമ്പർ 9 തന്നെ വേറൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. നട്ട്ഖട്ട് കുച്ച് ജ്യാദാ ഹി നട്ട്ഖട്ട് ഹെ, ऐसा क्यों कहा गया है? ഈ കഥയിൽ ചട്പട്ട് വിചാരിക്കുന്നുണ്ടല്ലേ നട്ട്ഖട്ടിൻ്റെ കുറുമ്പ് ഇത്തിരി കൂടുതലാണെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ആൻസർ ആണ്. നട്ട്ഖട്ട് रास्ता चलते रुककर पोखर के पानी के अंदर की मछलियाँ और पानी के ऊपर की बतखें देखता है. बरगद की ऊपर से नीचे आती जड़ें पकड़कर झूलता है. खेत में घुसकर खाने की कोई चीज़ खोजता है. बाग से आम या अमरूद तोड़ता है. नाले को उधर से इधर और इधर से उधर छलांग लगाकर पार करता है. नदी के पुल की मुंडेर से टिककर नीचे बहती नदी को निहारता है. ഇതിൻ്റെ ആൻസർ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവർ സ്കൂളിൽ പോകുമ്പോൾ നട്ട്ഖട്ട് പോഖർ, അതായത് കുളത്തിലെ മീനുകളെയും താറാവുകളെയും ഒക്കെ നോക്കി നിൽക്കും. പിന്നെ എന്താണ്, ബർഗദ് കി ഊപ്പർ സെ നീച്ചെ ആത്തി ജഡേ, അതായത് ആൽമരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ജഡയെന്ന് പറഞ്ഞാൽ റൂട്ട്സ്, ഇങ്ങനെ വേരുകൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നില്ലേ, ആ വേരുകൾ പിടിച്ചിട്ട് ഊഞ്ഞാലാടും. പാടത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കഴിക്കാൻ പറ്റുന്ന വല്ല സാധനം തപ്പി നടക്കും. പിന്നെന്താണ്, നാല, തോടിനെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ചാടിയാണ് അവൻ ക്രോസ് ചെയ്യുക. പിന്നെ പുഴയുടെ അടുത്ത് എത്തുമ്പോഴോ, പാലത്തിൽ കൂടെ അവൻ നടന്നു പോണതിന് പകരം പാലത്തിൻ്റെ മുണ്ടേർ, അതായത് കൈവരി, റെയിലിംഗ്, കൈവരിയിൽ പിടിച്ചിട്ട് താഴെ ഒഴുകുന്ന നദീൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ പേജ് നമ്പർ 10 ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. कपड़े सुखाने के लिए दोनों भाइयों ने एक उपाय किया, और क्या क्या उपाय हो सकते हैं? രണ്ടുപേരുടെയും തുണികളൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ തുണികൾ ഉണക്കാനായിട്ട് അവർ എന്താണ് ചെയ്തത്? അവർ രണ്ടുപേരും കൈ പിടിച്ച് ഓടാൻ തുടങ്ങി. ആ കാറ്റ് തട്ടിയിട്ട് തുണികളൊക്കെ ഉണങ്ങുകയും ചെയ്തു. ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും മാർഗം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കപ്പടെ നിച്ചോഡ്കർ സുഖായെ ജാ സക്തേ ഹെ, തുണികൾ അഴിച്ച് പിഴിഞ്ഞിട്ട് കുടഞ്ഞുണക്കാൻ സാധിക്കും. വേറെയും പല ആൻസേഴ്സ് ഉണ്ട്. നമുക്ക് വെയിലത്തിട്ട് ഉണക്കാം എന്നൊക്കെ പറയാം. പക്ഷേ ഇവർ പുറത്താണ്, വീട്ടിലല്ല അല്ലേ. അപ്പോൾ അവർക്ക് തുണി അഴിച്ചിട്ട് ഉണക്കാനൊന്നും പറ്റുണ്ടാവില്ല. ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു ആൻസർ വന്നത്. നമുക്ക് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഉൻകാ സ്കൂൾ കഹാ ഥാ, അവരുടെ സ്കൂൾ എവിടെയായിരുന്നു? അവരൊരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതേ ഗ്രാമത്തിലാണോ അവരുടെ സ്കൂള്? അല്ല, ദൂസരേ ഗാവ് മേ ഥാ, കുറച്ച് ദൂരെയുള്ള വേറൊരു ഗ്രാമത്തിലായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വേ കേസെ സ്കൂൾ ജാത്തേ ഥേ, എങ്ങനെയാണ് അവർ സ്കൂളിലേക്ക് പോയിരുന്നത്? पैदल जाते थे.
നടന്നാണ് പോയിരുന്നത് അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ, ജാത്തെ സമയ വേ ക്യാ ക്യാ ദേഖ്തേ ഥേ? പോകുന്ന നേരത്ത് അവരെന്തൊക്കെയാണ് കണ്ടിരുന്നത്? പോഖർ, ബർഗദ്, ഖേത്, ബാഗ്, നാല और നദി ദേഖ്തേ ഥേ. കുളം, ആൽമരം, ഖേത്ത്, അതായത് പോഖർ കുളം, ബർഗദ് ആൽമരം, ഖേത്ത് പാടം, ബാഗ് തോട്ടം, നാല തോട്, നദി പുഴ, ഇതൊക്കെയാണ് അവർ കണ്ടിരുന്നത് അല്ലേ? ഇനി അവർ തിരിച്ചു വരുമ്പോൾ എന്തൊക്കെയാണ് കണ്ടിരുന്നത്? വാപ്പസ് ആത്തെ സമയ വേ ക്യാ ക്യാ ദേഖ്തേ ഥേ? തിരിച്ചു വരുമ്പോൾ എന്തൊക്കെയാണ് കണ്ടിരുന്നത്? നദി, നാല, ബാഗ്, ഖേത്ത്, ബർഗദ് और പോഖർ ദേഖ്തേ ഥേ. ആദ്യം കണ്ട അതേ സാധനങ്ങൾ തന്നെ റിവേഴ്സ് ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. പുഴ, തോട്, തോട്ടം, പാടം, ആൽമരം, കുളം, ഇതൊക്കെയാണ് കണ്ടിരുന്നത് അല്ലേ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, മാ കി ഹിദായത് ക്യാ ഥി? അമ്മ എന്താണ് ഝട്പട്ടിനോട് പറഞ്ഞിരുന്നത്? എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് കൊടുത്തിരുന്നത്? മാ കി ഹിദായത് ഥി കി झटपट छोटे भाई का ध्यान रखे. അമ്മ ഝട്പട്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അനിയനെ ശ്രദ്ധിക്കണമെന്ന്? അത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, പുൽ പർ പഹുഞ്ചത്തെ ഹി നട്കട്ട് ക്യോ റോനെ ലഗാ? പാലത്തിൻ്റെ മുകളിൽ കയറിയതും നട്കട്ട് എന്തിനാണ് കരയാൻ തുടങ്ങിയത്? നട്കട്ട് കോ ലഗാ കി झटपट മാ സെ ഉസ്കി ശിക്കായത് കരേഗ. ഝട്പട്ട് വീട്ടിൽ പോയിട്ട് അമ്മയോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് നട്കട്ടിന് തോന്നിയില്ലേ? അതുകൊണ്ടാണ് അവൻ കരയാൻ തുടങ്ങിയത്. കിസ്കോ ഗിട്ടി പൈരാന ആത്താ ഹെ? കല്ല് വെള്ളത്തിൻ്റെ ഉള്ളിൽ പോകാതെ അതിൻ്റെ സർഫസിൽ തട്ടിയിട്ട് കുറേ ദൂരം സഞ്ചരിക്കണ പോലെ എറിയാൻ ആർക്കാണ് അറിയാവുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഝട്പട്ടിനാണോ നട്കട്ടിനാണോ? നട്കട്കോ, നട്കട്ടിനാണല്ലേ. എയ്ത്ത് ക്വസ്റ്റ്യൻ, गिट्टी पैराने के लिए किस प्रकार की गिट्टी चाहिए? ഝട്പട്ടിന് എങ്ങനെയാണ് ഈ കല്ല് എറിയേണ്ടതെന്ന് അറിയില്ല പറഞ്ഞു അല്ലേ? അപ്പോൾ നട്കട്ട് അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനത്തെ കല്ല് എടുക്കണം എന്നൊക്കെ. എങ്ങനത്തെ കല്ലാണ് എടുക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഹൽക്കി ഓർ ചിക്നി, വെയിറ്റ് കുറഞ്ഞതും നല്ല മിനുസമുള്ളതുമായിട്ടുള്ള കല്ലാണ് എടുക്കേണ്ടത്. നയൻത്ത് ക്വസ്റ്റ്യൻ, കിസ്കോ തൈർനാ ആത്താ ഹെ? ആർക്കാണ് നീന്താൻ അറിയാം? झटपट को, झटपटिന്. 10th क्वेश्चन, किसको कागज की नाव बनाना आता है? ആർക്കാണ് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയാം? നട്കട്ട് കോ, നട്കട്ടിന്. झटपट को, നട്കട്ട് കോ എന്നൊക്കെ പറയുമ്പോൾ നട്കട്ടിന് ഝട്പട്ടിന് ആ ന എന്നുള്ളതാണ് കോൻ്റെ മീനിങ് വരുന്നത്. झटपट को तैरना आता है, नटखट को कागज की नाव बनाना आता है. ഈ പാഠത്തിന്റെ ബാക്കി ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള ആക്ടിവിറ്റീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സ്നേഹപൂർവ്വം മാളവിക.